സാർ, കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് 2026 അധികാരത്തിൽ വന്നില്ലെങ്കിൽ പിന്നെ കോൺഗ്രസ് കേരളത്തിൽ കാണില്ലെന്നാണ്. അപ്പോൾ എങ്ങനെയായാലും അവർക്ക് അധികാരത്തിൽ വരിക, അതിനുവേണ്ടി ഇപ്പോൾ അവർ ചില പദ്ധതികളെല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. അത് പ്രധാനമായും 63 സീറ്റുകൾ CPM-ൽ നിന്ന്, പ്രത്യേകിച്ച് LDF-ൽ നിന്ന് പിടിച്ചെടുക്കണമെന്നാണ് അവരുടെ നീക്കങ്ങൾ. അങ്ങനെ സാധിക്കുമോ അവർക്ക്? ഇത്തവണ ജീവൻ മരണ പോരാട്ടമാണ് നടക്കുന്നത്. കാരണം അവരതിൻ്റെ തകൃതിയായിട്ട് അണിയറയിൽ പണികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ മുന്നണി വിപുലീകരിക്കുക. LDF-ൽ അതൃപ്തരായി നിൽക്കുന്ന ഘടകകക്ഷികളെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മുടെ മാണി വിഭാഗം, ജോസ് കെ മാണി വിഭാഗത്തെ തിരികെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ UDF-ലേക്ക് വരാൻ അവർക്കും താല്പര്യമുണ്ട്. കാരണം 26-ൽ ഭരണം UDF-നാണ് എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിച്ചിട്ടുണ്ട്. ഭരണവിരുദ്ധ വികാരം നിൽക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ VD സതീശൻ ഒരു 63 എന്ന ഒരു സംഖ്യ എടുത്തിട്ടു. അത് കോൺഗ്രസിനകത്ത് വലിയ എതിർപ്പുകളോടുകൂടിയാണ് ചർച്ച ചെയ്തിരിക്കുന്നത്. ആരും അറിയാതെ ഈ 63 സീറ്റിലേക്ക് ഉള്ള പ്രവർത്തനം നടത്തുന്നു എന്നുള്ള രീതിയിൽ. എന്തായാലും അത് കോൺഗ്രസിന് ഗുണം ചെയ്യുന്നതല്ലേ. അതാണ് ഉടനെ അത് എന്തുകൊണ്ട് ചർച്ച ചെയ്യാതെ പോയി എന്നുള്ള തരത്തിൽ VD സതീശൻ്റെ നേരെ അറ്റാക്ക് ചെയ്തുകൊണ്ട് ഒരു വിഭാഗം നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ 63 എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം 99 സീറ്റാണ് LDF-നുള്ളത്, 140 സീറ്റുള്ളിടത്ത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് ഈ 63 എന്ന സംഖ്യയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. അതിനേക്കാൾ പ്രധാനമായിട്ട് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ, ഒരു 10 സീറ്റ് UDF-ന്, LDF-ൻ്റെ കയ്യിലിരിക്കുന്ന 10 സീറ്റ് UDF-ന് സുഖമായി തിരിച്ചു പിടിക്കാൻ പറ്റും. ആ 10 സീറ്റിലേക്കൊന്ന് നമുക്ക് പോകാം. ഒന്ന്, ഇടുക്കിയിൽ UDF ആയാലും LDF ആയാലും കേരള കോൺഗ്രസ്സുകളുടെ ഒരു മണ്ഡലമാണ്. ഇപ്പോൾ അവിടെ നമ്മുടെ സംസ്ഥാന മന്ത്രിയായ റോഷി അഗസ്റ്റിൻ്റെ ഇടമാണ്. 2021-ലാണല്ലോ അങ്ങോട്ടേക്ക് മാണി വിഭാഗം പോകുന്നത്. അങ്ങനെ റോഷി അഗസ്റ്റിൻ അവിടെ നിന്ന് ജയിച്ച് മന്ത്രിയാകുന്നു. ഇത് അവിടെ ക്രൈസ്തവ വോട്ടുകളും ധാരാളമുള്ള ഒരു മണ്ഡലമാണ്. അതിനോടൊപ്പം തന്നെ മലയോര കർഷകരുടെ ഇടം കൂടിയാണ്. ഏറെക്കാലം കേരള കോൺഗ്രസിന് അനുകൂലമായിട്ട് തന്നെ നിന്നിട്ടുള്ള മണ്ഡലം കൂടിയാണ്. അങ്ങനെ CPM-ന് അങ്ങനെ ഒറ്റയ്ക്കൊന്നും കയറി നിന്ന് ജയിച്ചു കളയാമെന്നുള്ള ഒരു കാര്യവും ഇടുക്കിയിൽ നടക്കത്തില്ല. 2, കോതമംഗലത്ത് ഇപ്പോൾ ആന്റണി ജോണാണ് CPM-ൻ്റെ. കോതമംഗലത്ത് ഇതേ സ്ഥിതി തന്നെയാണ്. അവിടെ ഒരിക്കലും CPM-ന് മത്സരിച്ച പറ്റത്തില്ല. അവിടെ വേണമെന്നുണ്ടെങ്കിൽ കേരള കോൺഗ്രസ്സിലെ ആരെയെങ്കിലും അവിടെ ഇറക്കാം. അങ്ങനെ ഇറക്കിക്കഴിഞ്ഞാൽ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ജോസഫ് വാഴക്കിനെ അവർക്ക് അവിടെ ഇറക്കാം. കേരള കോൺഗ്രസ്സുകൾ തമ്മിൽ ചിലപ്പോൾ ഈ സീറ്റിന് വേണ്ടി തർക്കമുണ്ടാകും. എന്തായാലും മാണി വിഭാഗം കൂടി ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ജോസഫ് ഗ്രൂപ്പും മാണി ഗ്രൂപ്പും തമ്മിൽ സീറ്റിന്റെ കാര്യത്തിൽ തർക്കം ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇത് TM ജേക്കബ് ഏറെക്കാലം ജയിച്ചിട്ടുള്ള മണ്ഡലം കൂടിയാണ് കോതമംഗലം. അപ്പോൾ അവിടെ ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ UDF-ലേക്ക് കൊണ്ടുവരാം. മറ്റൊന്ന്, ആറന്മുള മണ്ഡലം. നമ്മുടെ മന്ത്രി വീണ ജോർജാണ് ഇപ്പോൾ അവിടുത്തെ MLA. 2016-ലും 2021-ലും. പിന്നീട് 2019 വീണ ജോർജ് പത്തനംതിട്ടയെ പ്രതിനിധീകരിച്ച് ലോക്സഭയിലേക്ക് മത്സരിച്ചു. പരാജയമായിരുന്നു ഉണ്ടായത്. 19-ൽ മൊത്തത്തിൽ LDF-നെതിരായിരുന്നല്ലോ. ആറന്മുളയിൽ എപ്പോഴും ഈ നായർ വോട്ടും ക്രൈസ്തവ വോട്ടും ഉള്ള മണ്ഡലമാണ് അത് കൂടുതലായിട്ടുള്ളത്. അവിടെ ശിവദാസൻ നായരായിരുന്നു അവിടുത്തെ ഏറെക്കാലം അവിടുത്തെ ജനപ്രതിനിധി എന്നുള്ളത്. വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദത്തിന്റെ പശ്ചാത്തലത്തിലാണ് പരാജയപ്പെട്ടത്. അപ്പോൾ കോൺഗ്രസിന്റെ ഒരു കുത്തകയായിട്ടുള്ള മണ്ഡലം കൂടിയായിരുന്നു. അതും വളരെ ശക്തനായ ഒരു സ്ഥാനാർത്ഥി അവിടേക്ക് ഇറക്കിയാൽ അത് വിജയിക്കാൻ കഴിയും. കാരണം ഭരണവിരുദ്ധ വികാരമുണ്ട്. വീണ ജോർജിനെതിരെ പരാതി വ്യാപകമായിട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ആരോഗ്യരംഗം കാര്യക്ഷമമായിട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു പരക്ക പരാതിയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് ശക്തനായ സ്ഥാനാർത്ഥിയെ ഇറക്കണം.
അതിന് പറ്റിയത് ഒരുപക്ഷെ ഇപ്പോൾ പാലക്കാട് നിന്ന് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ ആറന്മുളയിലേക്ക് കൊണ്ടുവരണം. അത് വന്നു കഴിഞ്ഞാൽ വിജയമുണ്ടാകും. രാഹുൽ മാങ്കൂട്ടത്തിൽ തട്ടകം എന്ന് പറയുന്നത് അദ്ദേഹം അടൂർകാരനാണല്ലോ. അദ്ദേഹം പാലക്കാട് എന്നപ്പോൾ തന്നെ വലിയ വരുത്തനാണ് എന്നൊക്കെ പറയുകയുണ്ടായി. അപ്പോൾ എന്തായാലും ഈ മാങ്കൂട്ടത്തിനെ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒന്നുകൂടി നല്ല സ്വാധീനമുള്ള ഇടം കൂടിയാണ്. പ്രത്യേകിച്ച് പാലക്കാട് നിന്ന് വിജയിച്ച് വലിയ നല്ല ഉശിരൻ പ്രകടനമൊക്കെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന മാങ്കൂട്ടത്തിന് ആറന്മുളയിൽ നിന്ന് വിജയിച്ചു പോകാൻ കഴിയും. അപ്പൊ അതും വളരെ ഭംഗിയായിട്ട് പിടിച്ചെടുക്കാം. മറ്റ് നാലാമത്തെ വട്ടിയൂർക്കാവ് മണ്ഡലം. ഈ വട്ടിയൂർക്കാവ് മണ്ഡലം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ കയ്യിലിരുന്നതാണ്. നമുക്കറിയാം DIC-യിലൊക്കെ പോയിട്ട് മുരളീധരൻ തിരിച്ചു കോൺഗ്രസിൽ എത്തിയിട്ട് മുരളീധരന് കൊടുത്ത മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. അവിടെ നിന്ന് 2 തവണ സുഖമായി ജയിച്ചു വന്നു. മണ്ഡലത്തെ ഇത്രയും ഭംഗിയായിട്ട് സംരക്ഷിച്ചിട്ടുള്ള കോൺഗ്രസിലെ വേറൊരു നേതാവില്ലെന്നുള്ളതാണ് കെ മുരളീധരൻ. അത്ര മണ്ഡലത്തിലെ വോട്ടർമാരെ പേരെടുത്ത് വിളിക്കും. അതുപോലെ മണ്ഡലത്തിന്റെ മുക്കും മൂലയും ഒക്കെ തന്നെ ശരിയായ രീതിയിൽ കൊണ്ടുവരാൻ മുരളീധരന് സാധിച്ചു. അവിടെ CPM ഒക്കെ 3-ാം സ്ഥാനത്തേക്കാണ് പോയത്. പക്ഷെ BJPക്ക് തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് നോട്ടമുള്ള ഒരു പ്രധാനപ്പെട്ട മണ്ഡലമാണ്. കുമ്മനം രാജശേഖരനൊക്കെ 2-ാം സ്ഥാനത്ത് വന്ന മണ്ഡലം കൂടിയാണ്. അപ്പോൾ ഇവിടെ കോൺഗ്രസ് നല്ല ഒരു സ്ഥാനാർത്ഥിയെ ഇറക്കിയാൽ വിജയം ഉറപ്പാണ്. 5 പീരുമേട് CPIയുടെ കയ്യിലിരിക്കുകയാണ്. ബിജി മോളാണ് അവിടെ മുമ്പത്തെ. ഇപ്പോൾ വാഴൂർ സോമനാണ്. ഇത് തീർച്ചയായിട്ടും അവിടെയും ഈ മലയോര കർഷകരും തോട്ടം തൊഴിലാളികളും ഒക്കെയുള്ള മണ്ഡലമാണ്. കോൺഗ്രസിന് ഏറെ ആധിപത്യമുള്ള ഇടം കൂടിയാണ്. അത് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ അത് നേടാം. പിന്നീട് കളമശ്ശേരി UDF-നായിരുന്നു. എപ്പോഴും എറണാകുളം ജില്ല എന്ന് പറയുന്നത് UDF-നൊരു പച്ചത്തുരുത്തായി നിൽക്കുന്ന ഇടമാണ്. കേരളത്തിൽ LDF തരംഗം ഉണ്ടാകുന്ന കാലങ്ങളിലൊക്കെയും എറണാകുളം ജില്ല ഇവർക്കൊരു അഭയസ്ഥാനമായിട്ടുള്ളിടമാണ്. അങ്ങനെ കളമശ്ശേരിയിൽ നിന്ന് ഇപ്പോഴുള്ളത് നമ്മുടെ മന്ത്രി രാജീവാണ്. അത് അന്നത്തെ അതിനു മുമ്പുള്ള MLA കുറിച്ച് അഴിമതി ആരോപണവും മറ്റും ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പിന്മാറേണ്ടി വന്നു. പിന്നീട് മകനാണ് മത്സരിച്ചത്. മകനെ പരാജയപ്പെടുത്തിയാണ് കളമശ്ശേരിയിൽ നിന്ന് രാജീവ് ജയിച്ചു വന്നത്. അപ്പോൾ ഇവിടെയും കോൺഗ്രസിന്റെ കരുത്തനെ ഇറക്കിക്കഴിഞ്ഞാൽ വിജയം ഉറപ്പാക്കാം. അടുത്ത 7-ാമത്തെ നിലമ്പൂർ മണ്ഡലം. നിലമ്പൂർ നമുക്കറിയാം ഇപ്പൊ ഏറെ പ്രശസ്തി നേടിയിരിക്കുന്ന മണ്ഡലമാണ്. PV അൻവർ രാജിവെച്ച് പോയ മണ്ഡലമാണ്. കോൺഗ്രസിന്റെ കുത്തകയായിട്ടുള്ള മണ്ഡലമാണിത്. അവിടെ ആര്യാടൻ മുഹമ്മദാണ്. നിലമ്പൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര്യാടൻ മുഹമ്മദിനെ നമുക്ക് ഓർമ്മ വരുത്തുള്ളൂ. അവിടെ ഒരുപക്ഷെ ഇനി മത്സരിക്കാൻ പോകുന്നത് അൻവർ എന്തായാലും UDF-ലേക്ക് ചേക്കേറും. അതിനുള്ള തന്ത്രമാണല്ലോ അദ്ദേഹം ആവിഷ്കരിച്ചു വെച്ചിരിക്കുന്നത്. ഒന്നുകിൽ അൻവർ വീണ്ടും മത്സരിച്ച് ജയിക്കും UDF-ന്റെ ബാനറിൽ. അല്ലെന്നുണ്ടെങ്കിൽ ആര്യാടൻ ഷൗക്കത്ത് ആയിരിക്കും കൂടുതൽ സാധ്യത. കാരണം ഷൗക്കത്ത് അവിടെ നിന്ന് വിട്ടുമാറാൻ തയ്യാറാകത്തില്ല. അത് അവരുടെ പ്രധാന തട്ടകമാണ്. അപ്പോൾ അതും UDF-ന് കൈക്കലാക്കാം. 8 പട്ടാമ്പി എന്ന് പറയുമ്പോൾ EMS-ന്റെ പഴയ മണ്ഡലമായിരുന്നു. പട്ടാമ്പിയും പിന്നെ ആലത്തൂരും. ഈ പട്ടാമ്പിയിൽ ഇപ്പോഴവിടെ CP മുഹമ്മദാണ് വളരെ കാലം. അവിടെ കോൺഗ്രസിൻ്റെ മണ്ഡലം തന്നെയാണ്. പക്ഷേ ഇപ്പോഴവിടെ CPIക്ക് പോയിരിക്കുന്ന മണ്ഡലം കൂടിയാണ്. പിന്നീട് 9 തിരുവല്ല മാത്യു ടി തോമസാണ്. ക്രൈസ്തവരുടെ വോട്ട് കൂടുതലുള്ള ഇടമാണ്. ഒരു UDF-ന് ക്രൈസ്തവരുടെ വോട്ട് കൂടുതൽ എന്ന് പറയുമ്പോൾ അവർ UDF-ലേക്കുള്ള ഒരു ചായ്വുള്ള ഇടം കൂടിയാണ്. അതും നല്ല സ്ഥാനാർത്ഥി ഇറക്കിക്കഴിഞ്ഞാൽ അവർക്ക് വിജയിക്കാം. പിന്നെ അടൂർ മണ്ഡലം 10-ാമത്തെ. അടൂർ മണ്ഡലത്തിൽ ഏറെക്കാലം കോൺഗ്രസിലെ മുതിർന്ന നേതാവായ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ കയ്യിലായിരുന്നു. ഇത് പിന്നീട് സംവരണ മണ്ഡലമായി കഴിഞ്ഞപ്പോൾ അത് LDF-ന് അനുകൂലമായിട്ട് മാറുകയും ചെയ്തു എന്നുള്ളതാണ്. ഇപ്പോൾ അവിടുത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറാണ്. ഇതും ഇവർ കാഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ നേടാവുന്ന മണ്ഡലമാണ്. അപ്പോൾ ഈ 10 മണ്ഡലങ്ങൾ ഇടുക്കി, കോതമംഗലം, ആറന്മുള, വട്ടിയൂർക്കാവ്, പീരുമേട്, കളമശ്ശേരി, നിലമ്പൂർ, പട്ടാമ്പി, തിരുവല്ല, അടൂർ, ഈ 10 എണ്ണം LDF-ൽ നിന്ന് സുഖമായിട്ട് തന്നെ UDF-ന് വാങ്ങാൻ സാധിക്കും.
ഇനി അധികമായിട്ട് കിട്ടുന്നതൊക്കെ അവരുടെ നിലവിലുള്ളതിനേക്കാൾ ഇത് 10 എടുത്ത് പറഞ്ഞിരിക്കുന്നത്, 41-ന് 10. പിന്നെ കിട്ടുന്നത് ഇവർക്കൊരു ബോണസായിട്ടും ഉള്ളതാണ്. അപ്പോൾ എന്തായാലും UDF-ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ നേടാം പല കാര്യങ്ങളും എന്നുള്ളതാണ് ഇതിൽ നിന്ന് കിട്ടുന്ന വിവരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.